ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം പ്ലാവിൽ നിന്നുള്ള ആദ്യത്തെ ചക്ക. അതിന് മുന്നേ നമ്മൾ ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം വീട്ടിലെ ചക്കയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ടേ നല്ല മണം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ കുറച്ചുകൂടെ പഴുക്കട്ടെ എന്ന് കയറി നിർത്തിയൊക്കെയായിരുന്നേ. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ അടത്തിയിട്ട് വീട്ടിലോട്ട് കയറുന്ന വഴിയായിട്ട് നമ്മുടെ മുറ്റം നിറയെ കോവൽ ഇങ്ങനെ പടർന്നു. അതുകൊണ്ട് ഈ ഇളക്കാണ്ടിട്ടേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കാടായങ്ങ് ഭയങ്കരമായിട്ട്. കുറേ ദിവസം കൊണ്ട് ഇതിങ്ങനെ വെട്ടി വൃത്തിയാക്കണമെന്ന് കരുതിയതാണെങ്കിൽ പോലും ഇപ്പോഴാട്ടോ അതിൻ്റെ കറക്റ്റ് സമയം എത്തിയത്. ഇങ്ങനെ മാറ്റി നീക്കി വെച്ചേക്കായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി ഇനി ഇപ്പോൾ ചക്ക വെട്ടുന്നതിന് മുന്നേ ഇതിൻ്റെ ഈ സൈഡ് മൊത്തം വൃത്തിയാക്കിയിട്ട് ഇനി വിട്ടുള്ളതെന്ന് കരുതി കേട്ടോ. നിറയെ കോവയ്ക്കായിരുന്നു, ഒരു മുറം നിറയെ കോവയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഒത്തിരി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്കും എല്ലായിടത്തേക്കും കൊടുത്തിട്ടുണ്ട്. കുറേ കോവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാട ഇല്ലാണ്ട് കഴിക്കണ കോവയ്ക്കയില്ലേ, ആ സംഭവം ഇതാണ് കേട്ടോ. ഒത്തിരിയും വെട്ടി ഒതുക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ കോവേൻ്റെ ഇലയൊക്കെ തോരൻ വയ്ക്കുമല്ലോ, ഞാൻ അങ്ങനെ ഇതിൻ്റെ കിളുന്ന ഇലയെല്ലാം പറിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കോവലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി. പിന്നെ നമുക്ക് ഈ സൈഡിൽ തൊട്ടപ്പുറത്തെ സൈഡിലും വീടിൻ്റെ സൈഡ് വശത്തും ഇങ്ങനെ പടർത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. ആ കോവൽ ഞാൻ മൊത്തത്തിൽ വെട്ടാമെന്ന് കരുതി കേട്ടോ. വെട്ടിയിട്ട് അതെടുത്തിട്ട് അതിൻ്റെ കമ്പൊക്കെ കുറേ ആളുകൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ ചോദിച്ചായിരുന്നു ഈ കോവലിൻ്റെ കമ്പ്. നല്ല നീണ്ട കോവയ്ക്കായിരുന്നല്ലോ, നല്ല കളറുള്ള കോവയ്ക്ക. അപ്പോൾ അങ്ങനെ കുറച്ചധികം ആൾക്കാർ ചോദിച്ചൊരു 4-5 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിലെ കോവൽ വെട്ടിയിട്ട്, മൂടോടെ വെട്ടിയില്ല കേട്ടോ, കുറച്ച്, അതായത് പകുതി വെച്ച് വെട്ടിയിട്ട് ആ കമ്പൊക്കെ എടുത്ത് ആളുകൾക്ക് കൊടുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ സാഹസങ്ങൾ നോക്കൂ, ജനലിൻ്റെ മുകളിലൊക്കെ കയറി നിന്നാണ് കോവൽ വെട്ടുന്നത്. കാരണം അവിടെ മൊത്തം കാടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയക്കകത്തൂടൊക്കെ കിളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കോവൽ നന്നായിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. നല്ല രസമാണ്. അവസാനം ആകുമ്പോഴത്തേക്ക് നല്ല വൃത്തിയാവുമെങ്കിലും ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെയിൽ കാരണം നിൽക്കാനൊക്കൂല. അപ്പോൾ നമുക്കൊരാശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കോവലിൻ്റെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഈ കോവലാണ് ഒത്തിരി ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെട്ടിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര വെയിലുമായിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലെ കോവലാണ് കേട്ടോ നമ്മൾ വെട്ടിയിട്ട് ആൾക്കാർക്ക് തണ്ടൊക്കെ കൊടുക്കാനും വേണ്ടി എടുത്തു വെച്ചത്. ഇതിങ്ങനെ മുറിക്കാതെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നട്ട് കിളിത്തൊക്കെ വന്ന് ഇങ്ങനെ നിറയെ കാതന്നുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അതിങ്ങനെ വെട്ടാന്നൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കാരണം 4-5 വീട്ടിലൂടെ കോവല് കിട്ടുമല്ലോ, അങ്ങനെ ഒരു സന്തോഷിക്കാം. അങ്ങനെ എല്ലാം നൂർക്കിച്ചിട്ട് എന്നെ പഠിപ്പിക്കുന്ന മിസ്സിൻ്റെ അടുത്തും കമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞമ്മയ്ക്കും അമ്മയ്ക്കും എല്ലായിടത്തും കൊടുക്കാം. അന്നേരമാണ് കേട്ടോ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു. മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഇനി 2 ദിവസത്തോടെ കഴിഞ്ഞെങ്കിൽ അത് വൃത്തിക്ക് പഴുത്ത് കിട്ടുകയുള്ളായിരുന്നെന്ന്. പക്ഷെ ഭയങ്കര മധുരമാണ് കേട്ടോ, മധുരത്തെക്കാൾ ഏറെ മണമാണ്. നമുക്ക് മുറിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, അതുകൂട്ട് മണമാണ്. അങ്ങനെ എന്തായാലും കൊതിമൂത്തിന് ചക്ക മുറിച്ച് നിരാശയില്ല, കാരണം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചെറിയ സങ്കടമുണ്ട്, കാരണം ഇത്തിരി കൂടെ നിന്നാണെങ്കിൽ നല്ല വൃത്തിക്ക് പഴുത്തേനെയായിരുന്നത്. അങ്ങനെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദശുവിനെ വിളിച്ചത്. അല്ലെങ്കിൽ അതിനെ മുറിക്കുന്നിടം വരെ സംശയം, അങ്ങേയറ്റത്തെ സംശയമായിരിക്കും. അതുകൊണ്ട് മുറിച്ച് കഴിഞ്ഞ് കഴിക്കുന്ന സമയമായപ്പോഴാണ് ദശുവിനെ വിളിച്ചത്. അവൻ്റെ ഒരു ചക്ക കൊതിയനാണ്. എത്ര ചക്ക വേണമെങ്കിലും ഒറ്റയടിക്കിരുന്നങ്ങ് തിന്നോളും. നമ്മുടെ പ്ലാവേന്ന് നമ്മളെ ഒന്നും വിളിക്കില്ലേ? സ്കൂളിൽ കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുവരാ? എന്തിനാ ചക്ക കൊണ്ടുപോയി? സ്കൂളിൽ പോയി ചക്ക കൊണ്ടുവരുമോ? പണ്ട് അമ്മ ചെരുപ്പില്ലേ നടക്കുക? ചെരുപ്പില്ലെങ്കിൽ നടക്കോ? താങ്ക് യു അമ്മ. അത് ചവണിയാ. പിന്നെ ഈ ചക്കന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നല്ല കേട്ടോ കഴിക്കുന്നത്. കുറേ വീട്ടിലേക്ക് ഷെയർ ആക്കാനുണ്ട്. എൻ്റെ വീട്ടിലോട്ടും അനുകുട്ടിൻ്റെ വീട്ടിലോട്ടും അയൽക്കാർക്കും എല്ലാം ഷെയർ ആക്കാനുണ്ട്. പിന്നെ ചക്ക മുറിയായിരുന്നു കേട്ടോ, എല്ലാവർക്കും വീതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മളെടുത്തിട്ട് ഫ്രിഡ്ജിനകത്തൊക്കെ ആക്കി വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.